5 സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ വാണിജ്യ സിലിണ്ടർ വില കുത്തനെ കൂട്ടി. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 993 രൂപയും 5 കിലോ സിലിണ്ടറിന് 261 രൂപയുമാണ് കൂട്ടിയത്. ഒറ്റത്തവണ ഇത്രയും വില കൂടുന്നത് അപൂർവമാണ്. ഇതോടെ സംസ്ഥാനത്ത് 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 3000 രൂപ കടന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ധനവില കൂട്ടിയേക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ. പശ്ചിമബംഗാളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ രണ്ടാം നാൾ വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയത് 1000 രൂപയോളം. 19 കിലോ സിലിണ്ടറിന് കൊച്ചിയിൽ 3085, തിരുവനന്തപുരത്ത് 3106, കോഴിക്കോട് 3117 എന്നിങ്ങനെയാണ് പുതിയ വില. 5 കിലോ സിലിണ്ടറിന് കൂട്ടിയത് 261 രൂപ. വില വർധന ഹോട്ടൽ കാറ്ററിംഗ് മേഖലയ്ക്ക് മേലുള്ള ഇടുത്തിയായി മാറി. അപ്പൊ ഇത്രയും മാത്രം വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതിൽ പിടിച്ച് കൂട്ടും? ഇപ്പൊ കച്ചവടമില്ലാണ്ടാവും. ഇപ്പൊ തന്നെ നമ്മൾ സ്റ്റാഫിനെ കുറച്ചുകൊണ്ടാണ് കച്ചവടം ചെയ്യുന്നത്. ഇപ്പൊ 15-20 മണിക്കാരുള്ളത് 5-10 മണിക്കാരെ കൊണ്ട് ഇപ്പൊ എല്ലാവരും നടത്തിക്കൊണ്ടു വന്നത്. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇതിങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാണ്ടാവില്ല. പ്രവർത്തന ചെലവ് കുത്തനെ കൂടുമെന്നതിനാൽ ഭക്ഷണവില കൂട്ടാൻ ഹോട്ടലുകാർ നിർബന്ധിതരാകും. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. വില കൂട്ടിയതിനെ ന്യായീകരിക്കുന്ന പ്രതികരണമായിരുന്നു കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയുടേത്. ലോകം മുഴുവനൊന്ന് അന്വേഷിക്കുക എവിടെയൊക്കെ എത്രയൊക്കെ കൂടിയെന്ന്, അല്ലേ? നമ്മൾ ഇത്രയും പിടിച്ചു നിന്നില്ലേ? സാഹചര്യത്തിൽ പെട്രോളിയം വില വർധന ഉണ്ടാവും. വിലവർധനവിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷം രംഗത്തെത്തി. ഇത് വല്ലാത്ത പ്രതിസന്ധിയാണ് സാധാരണക്കാരിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ചെറുകിട ഇടത്തരം കച്ചവടക്കാരിൽ റെസ്റ്റോറൻറ്റുകൾ, തട്ടുകടകൾ, ഹോട്ടലുകളൊക്കെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഇരുട്ടടിയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വില കൂട്ടാനുള്ള പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികളുടെ തീരുമാനം. ഈ വർഷം 6ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടിയത്. എന്നാൽ ഒറ്റത്തവണ ഇത്രയും വില കൂടുന്നത് ഇതാദ്യമായാണ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.